ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ മലയാളികൾ അധികം ആരും ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു ഐറ്റമാണ് അരിയും ഉഴുന്നും കുതിർക്കാതെ അരയ്ക്കാതെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതും വെറും ഇഡ്ഡലി അല്ല, സാബുദാന ഇഡ്ഡലി. അപ്പോൾ റെസിപ്പിയിലോട്ട് കടന്നാലോ? അതിന് വേണ്ടിയിട്ട് 1 കപ്പ് സാബുദാന അല്ലെങ്കിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് സോക്ക് ചെയ്യാം. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്താലും അല്ലെങ്കിൽ 3 മണിക്കൂർ സോക്ക് ചെയ്താലും മതി കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പം 1 സ്പൂൺ ജീരകം, ഇച്ചിരി കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു സവാള ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അധികം വഴറ്റൊന്നും വേണ്ട കേട്ടോ. ശേഷം 1/4 സ്പൂൺ കായം പൊടി ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ കായം ആഡ് ചെയ്താലും മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1 കപ്പ് സാബുദാനയാണല്ലോ എടുത്തത്, അതിന് ഈക്വലായിട്ട് 1 കപ്പ് റവ. റവയുടെ ആ റോ ഫ്ലേവർ മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അരിയും ഉഴുന്നും ഒട്ടും ചേർക്കണ്ട, കുതിർക്കണ്ട, അരയ്ക്കണ്ട, ഫെർമെൻ്റ് ചെയ്യണ്ട. എന്ത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആണെന്നറിയോ ഈ ഇഡ്ഡലി. പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻറ്റും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. ഈ റോസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ. റോസ്റ്റ് ചെയ്യാതെയും മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറട്ടെ. ഇനി ഒരു ബൗളിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് സാബുദാന വെള്ളം മാറ്റിയതിന് ശേഷം ആഡ് ചെയ്യാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച റവയും മസാലയും ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഈവനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം 1/2 കപ്പ് തൈര് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. റവ പെട്ടെന്ന് തന്നെ തൈര് അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. വെള്ളം നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പണിവാളും. ഈ ഒരു ടെക്സ്ചർ മതിയാവും കേട്ടോ. ഇനി ഇത് ഏകദേശം 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ, ഒന്നുകൂടെ കുതിർന്ന് നമ്മുടെ ഇഡ്ഡലിയുടെ ഒക്കെ ബാറ്റർ പോലെ സെറ്റായിട്ടുണ്ട്. ഇതിലേക്കുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ 1 സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാമല്ലോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ സെറ്റാണ്. ഇഡ്ഡലി കുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇഡ്ഡലി പ്ലേറ്റിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഫില്ല് ചെയ്ത ഇഡ്ഡലി പ്ലേറ്റ് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം
ഫ്ലെയിം ഓഫ് ചെയ്ത് തുറന്ന് നോക്കാം. ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട, ഇഡ്ഡലി ഓരോന്നായിട്ട് എടുക്കാം. കണ്ടോ എന്ത് നല്ല സോഫ്റ്റ് ആയിട്ടാ ടെക്സ്ചറിൽ കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് റെഡ് ചട്നിയാണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യുക. ചട്നിയുടെയും സാമ്പാറിൻ്റെയും റെസിപ്പീസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സാപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.